ലാലേട്ടന്റെ ലാലേട്ടന്റെ അല്ല, പൃഥ്വിരാജിന്റെ ഒരു അടിപൊളി ഡയറക്ഷൻ തന്നെ പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ വിദേശത്തുള്ള ഷൂട്ടിംഗ് ഒക്കെ വിദേശത്ത് ക്ലൈമാക്സ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. നമ്മുടെ മലയാളത്തിൽ ഇതേപോലത്തെ ഒരു നല്ലൊരു പടം വന്നിട്ട്, നല്ല പടം എന്ന് പറഞ്ഞാൽ ക്രൗഡ് ഫുള്ളായിട്ട് കേരളം മൊത്തം ഇളകി. കേരളമല്ല, ഇന്ത്യ മൊത്തം ഇളകി. ടെക്നിക്കാലിറ്റി ഉപയോഗിച്ച് അവർ ചെയ്തിട്ട് നല്ല സംവിധാനം. പുതിയൊരു It was just awesome. We enjoyed the movie, the full 3 hours. അടിപൊളി സൂപ്പർ ഹിറ്റ്. ലാലേട്ടന്റെ അല്ല, പൃഥ്വിരാജിന്റെ ഒരു അടിപൊളി ഡയറക്ഷൻ തന്നെ പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ വിദേശത്തുള്ള ഷൂട്ടിംഗ് ഒക്കെ വിദേശത്ത് ക്ലൈമാക്സ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. പൃഥ്വിരാജും മോഹൻലാലും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ആ ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ട് തന്നെ പോയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നമ്മളൊരു മലയാളത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു പടം എന്ന് തന്നെ നമുക്കൊരു അതിശയമായിട്ടുണ്ട്. എനിക്ക് മസ്റ്റ് വാച്ചാണ്, എല്ലാവരും വാച്ച്. ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ കാണിക്കണം വെറുതെ. നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. അത് അത്ര ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സൂപ്പറായിട്ട് തോന്നി. എന്ന് വെച്ചാൽ അധികം വലുതല്ലല്ല, നമുക്ക് ഒരു മനസ്സമാധാനമായിട്ടിരുന്ന് കാണാം. ആൾക്കാർ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഇടുന്നത് തെറ്റാണ്. നമുക്ക് നമ്മൾ കൊടുക്കുന്ന പണത്തിന് ചിലപ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണ്ടേ. അത് വെറുതെ അതൊന്നും കൊള്ളൂല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഇതേപോലത്തെ ഒരു നല്ലൊരു പടം വന്നിട്ട്, നല്ല പടം എന്ന് പറഞ്ഞാൽ ക്രൗഡ് ഫുള്ളായിട്ട് കേരളം മൊത്തം ഇളകി. കേരളമല്ല, ഇന്ത്യ മൊത്തം ഇളകി. ടെക്നിക്കാലിറ്റി ഉപയോഗിച്ച് അവർ ചെയ്തിട്ട് നല്ല സംവിധാനം. മനസ്സിലായ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വേൾഡ് ക്ലാസ് സംവിധാനമാണ് നടന്നേക്കുന്നത്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ വിജയുടെ പടത്തിനും അങ്ങനെ തമിഴ് പടത്തിനും തെലുങ്ക് പടത്തിനൊക്കെ കൊടുക്കുന്ന ആ പുഷ്പ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ല. പുഷ്പ എങ്ങനെ ഉണ്ടായിരുന്നു, പുഷ്പ 2. അതിനൊക്കെ എത്ര ഇരട്ടി നല്ലതാണ്. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയുടെ പുതിയൊരു It was just awesome. We enjoyed the movie, the full 3 hours. ഫാമിലി ഓഡിയൻസ് കയറിയപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തി സിനിമ. ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 hours ഫുൾ എന്റർടൈൻമെന്റ് എല്ലാം കൊണ്ടും വി ലൈക്ഡ് ഇറ്റ്. പിന്നെ ഈ ടെക്നിക്കാലിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും. ഒത്തിരി പുറത്തല്ല ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഗംഭീരം. അതാണ്, ഞങ്ങൾക്ക് ഒട്ടും ബോറടിച്ചില്ല. സൂപ്പർ പടമായിരുന്നു എല്ലാം. എവറിത്തിങ് സൂപ്പർ റിവ്യൂ. ഇൻട്രോലേഷൻ ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. മോഹൻലാലും ഇന്ദ്രജിത്തും തകർത്ത അടി. ജനത്തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു സിനിമ ഞാൻ ഇന്നലെ ബുക്കിംഗ് കിട്ടിയില്ല, എന്നാണ് ബുക്കിംഗ് കിട്ടിയത്. ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു, പരീക്ഷ കഴിഞ്ഞ് നേരെ പോന്നു. നമ്മുടെ വിദേശത്തുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ടോട്ടലി എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. ഹെലികോപ്റ്ററിൻ്റെ ഒരു മയമാണ്, ആകെ ഹെലികോപ്റ്ററാണെന്ന്. പിന്നെ തീയും പോകെ മോഹൻലാലിൻ്റെ എൻട്രി ഒക്കെ ഒന്നും പറയാനില്ല. സൂപ്പർ പടം.